ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പേസി ടോക്സ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മുടെ അടുത്ത് തന്നെ ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്ന PSC അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ BFO ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഏജ് ലിമിറ്റ്, സാലറി സ്കെയിൽ, അതുപോലെ ലാസ്റ്റ് അഡ്വൈസ്, ലാസ്റ്റ് ലിസ്റ്റ്, ഇങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഡിഗ്രിക്കാർക്ക് ഇത് എഴുതാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം. ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 30/3/2022 കേട്ടോ. 2022 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. ജനറൽ ആണ് ഞാൻ പറയുന്നത്, ജനറൽ നോട്ടിഫിക്കേഷനാണ്. NCA നോട്ടിഫിക്കേഷൻസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷെ മെയിനായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ 30/3 മാർച്ച് 2022 വന്നിട്ടുള്ളത്. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. പക്ഷേ നമ്മുടെ 14 ജില്ലകളിൽ ഒരു ജില്ലയ്ക്ക് മാത്രം, ആലപ്പുഴ ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ആലപ്പുഴ ജില്ലയിൽ റിസർവ് ഫോറസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ജില്ലക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ജില്ലകളിലാണ് പറ്റുള്ളൂ. ആലപ്പുഴ ജില്ലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നോട്ടിഫിക്കേഷൻ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്, ഒറ്റ എക്സാം ആണ്, യൂണിഫോം പോസ്റ്റാണ്. പിന്നെ കാടും വന്യജീവി മൃഗങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ 1-2 മാസത്തിനുള്ളിൽ ഇതിന് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അത് രണ്ടും ഒപ്പമായിരിക്കും വരുന്നുണ്ടാവുക. PSC അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 പാസ്സാണ് കേട്ടോ. യോഗ്യത +2 പാസ്സാണ്. 10th ഉള്ളവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന്. എല്ലാവർക്കും 10th ഒഴികെ +2 പാസ്സായ എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏജ് ലിമിറ്റ് വരുന്നത് 19-30 ആണ്. 18 അല്ല, 19-30 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, 19 വയസ്സ് കഴിഞ്ഞ +2 പാസ്സായ ഏതൊരു വ്യക്തിക്കും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ സാലറി സ്കെയിൽ, ഇത് പുതിയ സാലറി സ്കെയിലാണ്. 27,900 രൂപ ടു 63,700 രൂപ വരെയാണ് സാലറി സ്കെയിൽ കേട്ടോ. ഇത് എല്ലാം കഴിഞ്ഞ് കയ്യിൽ ഇപ്പോൾ വേറെ ഒരാളോട് BFO ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ 32, മാക്സിമം 32 വരെയൊക്കെ ട്രെയിനിങ് സമയത്തൊക്കെ കയ്യിൽ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ അവസാന റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 ഡിസംബർ 30 ഇതിൻ്റെ ഉള്ളിലാണ്. ഓരോ ജില്ലയ്ക്കും ഓരോ ദിവസമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 11 മുതൽ 30 വരെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണ് കേട്ടോ. ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞ വർഷം 2024 ഡിസംബറിൽ ലിസ്റ്റ് വന്നതിനാൽ 25, 26, 27 വരെ ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കും അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ CPO അതുപോലെ തന്നെ ബാക്കിയുള്ള WCPO എക്സാം ഒക്കെ വർഷം വിളിക്കും. 1 വർഷമാണ് ലിസ്റ്റിൻ്റെ കാലാവധിയൊക്കെ വരുന്നത്. പക്ഷേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ 3 വർഷമാണ് ലിസ്റ്റിൻ്റെ കാലാവധി. അതുപോലെ തന്നെ നിയമനം, അത്യാവശ്യം നിയമനമൊക്കെ ഉള്ളൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് ഇതുവരെ, അതായത് ഡിസംബർ തൊട്ടിട്ട് ഇതുവരെ 7 മാസമായി ഇതുവരെ പോയിട്ടുള്ള ഈ 6 മാസം കൊണ്ട് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത് 332 പേർക്കാണ് കേട്ടോ. 332 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഇടുക്കിക്കാണ്, 69 അഡ്വൈസ് പോയിട്ടുണ്ട്. ഏറ്റവും കുറവ് കോട്ടയമാണ്, 4 അഡ്വൈസാണ് പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 വർഷമുണ്ട്. ലിസ്റ്റിലുള്ളവർ വിഷമിക്കേണ്ട, 3 വർഷത്തിനുള്ളിൽ ഇനിയും അഡ്വൈസ് പോകുന്നതാണ്. 332 പേർക്കാണ് ഇതുവരെ പോയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഇടുക്കിയാണ്, കുറവ് കോട്ടയമാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി ജില്ലകളുടെ അഡ്വൈസിൻ്റെ ഇപ്പോഴത്തെ ലിസ്റ്റ് നമുക്ക് നോക്കാം. തിരുവനന്തപുരം 24, കൊല്ലം 22 അഡ്വൈസ് പോയിട്ടുണ്ട്. പത്തനംതിട്ട 39 അഡ്വൈസ്, എറണാകുളം 32 അഡ്വൈസ് പോയിട്ടുണ്ട്. പത്തനംതിട്ട 39, എറണാകുളം 32, തൃശ്ശൂർ 31 അഡ്വൈസ്, പാലക്കാട് 30 പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം 23 അഡ്വൈസ് പോയിട്ടുണ്ട്. കോഴിക്കോട് 26, വയനാട് 18, കണ്ണൂർ 9 അഡ്വൈസ്, അതുപോലെ തന്നെ കാസർഗോഡ് 5 അഡ്വൈസ്. ഇപ്പോൾ ഈ 11 ജില്ല, ബാക്കി 2 ജില്ല ഏറ്റവും കുറവും കൂടുതലും, പിന്നെ ഒരു ജില്ല നമ്മൾ ആലപ്പുഴ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും അഡ്വൈസുകളാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ പോയിട്ടുള്ളത്. ഓക്കെ,
അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വനവുള്ളത് ഇടുക്കിയിലൊക്കെ അത്യാവശ്യം നമ്മൾ കണ്ടില്ല 69 അഡ്വൈസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100ന്റെ അല്ലെങ്കിൽ 80ന്റെ ഉള്ളിലൊക്കെ റാങ്ക് ലിസ്റ്റിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്വൈസ് എന്തായാലും ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ വനവും വന്യജീവി മൃഗങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഇനി ഇതിന് ഹൈറ്റ് വരുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മുടെ ജനറൽ OBCക്ക് ആണെങ്കിൽ 168 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കുക. 168 സെൻറ്റിമീറ്റർ വേണം. അല്ല SC/ST-കാർക്കാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ മതി. 160 സെൻറ്റിമീറ്റർ മതി. ഇതിൻ്റെ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് വരും വീഡിയോസിലൊക്കെ പറയാം. ഫിസിക്കൽ 5 ഐറ്റം പാസ്സായിരിക്കണം, 8 ഐറ്റം ഉണ്ടാവും. ഗേൾസിനാണെങ്കിൽ 9 ഐറ്റം ഉണ്ടാവും, അതിൽ 5 പാസ്സായിരിക്കണം എന്നാണ്. പിന്നെ ഫീമെയിലിന് ഹൈറ്റ് 157, ജനറൽ OBCക്ക് ആണെങ്കിൽ 157 വേണം. അല്ല SC/ST ആണെങ്കിൽ 150 സെൻറ്റിമീറ്റർ മതി കേട്ടോ. ഓക്കെ, അവർക്കും ഫിസിക്കൽ ഉണ്ടാവും. പിന്നെ ഇതിന് ശേഷം നമുക്ക് ഫിസിക്കലിൻ്റെ കൂടെ, ഫിസിക്കൽ കഴിഞ്ഞിട്ട് ആദ്യം റിട്ടേൺ എക്സാം ആയിരിക്കും, ഒറ്റ എക്സാം ആയിരിക്കും, പ്രിലിംസ് ഉണ്ടാവില്ല. ഒറ്റ എക്സാം, മെയിൻസ് എക്സാം മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഫിസിക്കൽ ഉണ്ടാവും, എൻഡ്യൂറൻസ് ടെസ്റ്റ് കൂടി ഉണ്ടാവും. ആ എൻഡ്യൂറൻസ് ടെസ്റ്റ് നമുക്ക് നോക്കാം എത്രയായിരിക്കും. 2 കിലോമീറ്റർ ബോയ്സിനാണെങ്കിൽ 2 കിലോമീറ്റർ 13 മിനിറ്റിനുള്ളിൽ ഫിനിഷ് ചെയ്യണം എന്നാണ് കേട്ടോ. 2 കിലോമീറ്റർ 13 മിനിറ്റിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. ഓക്കെ, ഫീമെയിൽസിനാണെങ്കിൽ 2 കിലോമീറ്റർ 15 മിനിറ്റ് ആണ് കേട്ടോ. 15ഓ 17ഓ ഇത്ര മിനിറ്റ് ഉണ്ടാവും. അത് ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ചിലപ്പോൾ 17 ആവാം, ഇല്ലെങ്കിൽ 15 തന്നെ ആവാം. 2 കിലോമീറ്റർ ഫിസിക്കൽ പാസ്സായാൽ മാത്രം പോരാ, നമ്മുടെ എൻഡ്യൂറൻസ് ടെസ്റ്റ് കൂടെ നമ്മൾ പാസ്സായിരിക്കണം. എന്നാലാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, നമ്മൾ ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുകയുള്ളൂ. അടുത്തത് ഇതിൻ്റെ കട്ട് ഓഫ് ആണ്. കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കട്ട് ഓഫ് കൂടുതലായിരിക്കും. 60 to 68 വരെ അല്ലെങ്കിൽ 70 വരെ മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാം. 70 വരില്ല, 68 മാക്സിമം. 65 വരെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം, അതുപോലെ തന്നെ തൃശ്ശൂർ, വയനാട്, ഈ ജില്ലകളിലൊക്കെ നമുക്ക് 64, 63 ആ ഒരു റേഞ്ചിൽ 63 പോയിന്റ് സംതിങ് അങ്ങനെയൊക്കെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എന്തായാലും 68 മാർക്ക് നമ്മൾ നേടിയാൽ നമുക്ക് സേഫ് സോണിലാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, മാർക്ക് എത്രത്തോളം കൂടണം അത്രത്തോളം റാങ്ക് ലിസ്റ്റ് നമ്മൾ മുന്നിലായിരിക്കും. റിട്ടേൺ എക്സാം മാത്രം കിട്ടിയാൽ പോരാ, ഫിസിക്കൽ കിട്ടണം, എൻഡ്യൂറൻസ് ടെസ്റ്റും കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കിട്ടിയാലാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയുള്ളൂ. 2 കിലോമീറ്റർ 13 മിനിറ്റിന് മെയിലും 2 കിലോമീറ്റർ 15 മിനിറ്റ് ഫീമെയിലുകാർക്കുമാണ് ഉള്ളത് എൻഡ്യൂറൻസ് ടെസ്റ്റ്. ഫിസിക്കൽ കഴിഞ്ഞിട്ട് ഈ എൻഡ്യൂറൻസ് ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതിൽ നമ്മൾ ഒരു 100ന്റെ ഉള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ജോലി ഉറപ്പാണ്. 3 വർഷത്തെ കാലാവധി ഉണ്ട് ലിസ്റ്റിന്. ഇനിയിപ്പോൾ 2027 ലിസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നാലാണ് 2026 എക്സാം നടന്ന് 2027 ലിസ്റ്റ് തീരണ സമയത്ത് നമ്മുടെ പുതിയ ലിസ്റ്റ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. നമുക്കല്ല PSCക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ PSC തന്നെ ഇപ്പം നമ്മുടെ യോഗം ചേർന്നതിൽ തീരുമാനിച്ചതായിരുന്നു. നമ്മുടെ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെയും ഒരു തസ്തിക അപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. യൂണിഫോം പോസ്റ്റാണ്. യൂണിഫോം പോസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു പോസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് ജില്ലകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് എവിടെയാണോ, റിസർവ് ഫോറസ്റ്റ് എവിടെയാണോ അതിനനുസരിച്ച് നിങ്ങൾ അഡ്വൈസ് പോയതും നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജില്ല നോക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇതും കിട്ടും. ഓക്കെ, അപ്പോൾ അഡ്വൈസ് ഇതുവരെ പോയിട്ടുള്ള 332 പേർക്കാണ്. ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷം ഉള്ളതുകൊണ്ട് തന്നെ ഇനിയും ഇതിൽ കൂടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. +2 പാസ്സായ ഏതൊരു വ്യക്തിക്കും ഡിഗ്രി ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. ഞാൻ എടുത്ത് പറയുന്ന ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. യൂണിഫോം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് കേട്ടോ. ഫിസിക്കൽ ഉള്ളൊരു പോസ്റ്റാണ്, അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ആ ഒരു റേഞ്ചിൽ ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. സ്പെഷ്യൽ ടോപ്പിക് ഉള്ളൊരു പോസ്റ്റാണ്. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിനുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനിയൊരു പുതിയ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്